ഇതാണ് ഞാൻ പഠിച്ച മണിപ്പാൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ പഠിച്ചതിൽ ഭയങ്കര പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാനും അതെ, മണിപ്പാൽ പഠിക്കുക, നഴ്സിംഗ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, അതൊരു ഡ്രീമാണ് നഴ്സിംഗ് പഠിക്കാൻ വരുന്നത്. പണ്ട് തൊട്ടേ അതെ. അതുകൊണ്ട് ഇതാണ് എൻ്റെ കോളേജ്. വർഷമൊന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്യാമ്പസ്, അപ്പം ഒരു നോസ്റ്റാൾജിയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. മണിപ്പാൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഫ്രണ്ടിൽ വന്നത് ഒരു റീലെടുക്കാൻ പറ്റിയതിൽ സന്തോഷം. നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ മണിപ്പാലിൽ ഒന്ന് പഠിക്കുകയാണെങ്കിൽ അത് ഒരു പ്രിവിലേജ്, ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, കാണാൻ സമയമില്ല, അതുകൊണ്ട് പോകുന്നു. അവരൊക്കെ ആയിട്ട് ഇപ്പം കോണ്ടാക്റ്റ് ഉണ്ട്, കുറേ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ കുറച്ച് അങ്ങോട്ടൊക്കെ കാണിച്ചു തരാം ക്യാമ്പസ്. ഇതാണ് ചുറ്റുമുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കടയൊന്നും പണ്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പ്ലെയിനായ സ്ഥലങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ എത്ര വർഷമായി കട വന്നിട്ടൊന്നും അറിയില്ല. ഞാനിവിടെ വന്നിട്ടിപ്പോൾ കുറേ വർഷമായി. കുറേ നാൾ മുന്നേ ഒരു പ്രാവശ്യം വരാൻ പറ്റിയിരുന്നു. അന്നേരം പല പല മാറ്റങ്ങളാണ് എപ്പോഴും ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കടയാണ്. പിന്നെ ഇതാണ് മെയിൻ. പിന്നെ അവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇതിൻ്റെ അങ്ങാറ്റത്തായിട്ട് ഹോസ്റ്റലാണ്. ഇവിടെ പണ്ട് ലൈബ്രറി ആയിരുന്നു, ഇപ്പം PMFI ഹോളാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഗേൾസിൻ്റെ ഹോസ്റ്റലായിരുന്നു. അതിപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഒരു സെൻ്ററാക്കി മാറ്റിയിട്ടുണ്ട്. ഗേൾസ് ഹോസ്റ്റലാണ്. അങ്ങനെ ക്യാമ്പസിലൂടെ നൊസ്റ്റാൾജിക് ഫീലിങ്ങുമായിട്ട് നടക്കുവാണ്. ഇവിടെയൊക്കെ ബിൽഡിങ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. എന്നാലും ബേസിക് സ്ട്രക്ചറൊക്കെ അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയൊക്കെ കാണുന്ന ക്ലാസ്സുകളൊക്കെയാണ് ആ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത്. പിന്നെ ഒരു സ്റ്റേജ് അവിടെ ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ പുതിയ വന്നതാണ്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ്. നമ്മൾ പഠിച്ച കോളേജിൽ പോകുമ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ നൊസ്റ്റാൾജിക് ഫീലുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്.